ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മദീനത്തൊക്കെ പോകുന്ന വ്ളോഗാണ് കേട്ടോ. മോൾക്ക് വെച്ചിട്ടുള്ള ഒരു മെമ്പേഴ്സ് കേട്ടോ. അവൾക്ക് 6 മാസം മുതൽ ഞങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഗാമർ. അതിൻ്റെ പമ്പേഴ്സ് നല്ല കംഫർട്ടബിളാണ്. അതുപോലെ റാഷസും കാര്യങ്ങളൊന്നും ഇതുവരെ അവൾക്ക് വന്നിട്ടില്ല കേട്ടോ. നാട്ടിലത്തത് അവൾക്ക് പെട്ടെന്ന് അസ്വസ്ഥതകളും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് പിന്നീട് അത് യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ വന്നേ മുതൽ ഇതാണ് യൂസ് ചെയ്യുന്നത്. അവൾ കൂടുതൽ ുള്ള മൗലാന എന്നുള്ള ഗ്രൂപ്പിൻ്റെ കൂടെയായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അവിടുന്ന് ചെന്നിട്ട് വേണം ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിരുന്നു കേട്ടോ. അവളെ കൂടെ ആദ്യമായിട്ടാണ് ഞാൻ ബസ്സിൽ ട്രാവൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ആളെങ്ങനെ ഇരിക്കുക, ആൾ വികൃതി കാട്ടുക എന്നുള്ളൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ കുറേയൊക്കെ അവൾ അഡ്ജസ്റ്റ് ചെയ്ത് വന്നിരുന്നു. പിന്നെ 1 മണിക്കൂർ യാത്ര കഴിഞ്ഞിട്ട് അവർ സ്റ്റോപ്പ് ചെയ്ത് തന്നിട്ട് നമുക്ക് ഭക്ഷണം മേടിച്ച് കഴിക്കാനും അതുപോലെ മറ്റ് സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെടുത്ത് നിർത്തി തന്നു. പിന്നെ അവിടെ നിന്ന് ഷവർമയും കാര്യങ്ങളൊക്കെ മേടിച്ച് കൈ പിടിച്ചിട്ട് ഞങ്ങൾ വിജയിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, വിജയിക്കില്ലെങ്കിൽ ഇസ്ലാം തന്നെ ഉണ്ടാവുകയില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഖൈമയുടെ ഉള്ളിൽ വെച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് മലക്കുകളുടെ അകമ്പടിയോടുകൂടി ശത്രു സൈന്യത്തെ നിരംപരിശരാക്കിയ 13 ഇതിലൊരു സൗഹാർദ്ദവാദത് ഇവിടെ എല്ലാം കുറച്ച് മാറിയിട്ടാണ്. കാരണം സ്വഹാബി യുദ്ധത്തിൽ വിജയിച്ചതിന് ശേഷം പരിക്ക് പറ്റിയിട്ട് പോകൊണ്ടിരിക്കുന്ന സമയത്താണ് ഷഹീദായത്. അതുകൊണ്ടാണ് ഇവിടെ എല്ലാവർക്കും ആ സ്വഹാബിയുടെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ബദർ യുദ്ധം നടന്ന സ്ഥലം കാണാൻ വേണ്ടിയിട്ടാണ്. അവിടെയുള്ള പള്ളിയാണിത്.
അബൂജാൽക്ക ബോഡി യുദ്ധത്തിൽ സഹോദരന്മാരെ ബദർ യുദ്ധം നടന്ന ഇവിടെയാണ്. 14 സഹാബികൾ ഷഹീദായത് ഇവിടെയാണ്. മക്ബർ അപ്പുറത്താണ് നമ്മൾ കണ്ടത്. അവിടെ 13 മക്ബറേ ഉള്ളൂ. ഒരു മക്ബറ വഴിയിലാണ്. ഇത് മറ്റേ ഹൗദാണ്, വെള്ളം എടുക്കുന്നത് കാണിട്ടേനായിട്ടുള്ള പാട്ടുണ്ടെങ്കിൽ അതേപോലെ ആ പറയപ്പെട്ട അതിൻ്റെ പ്രതീകാത്മകമായിട്ടുള്ള ഹൗദാണ്. അബൂജാലിൻ്റെ ഉത്തുബത്തിൻ്റെയും ശൈബത്തിൻ്റെ ഒക്കെ ബോഡി ഉള്ള കിണർ കുറേ ദൂരം, അതിനുള്ള ദൂരത്താണ്. ഇതാണ് റസൂലിൻ്റെ ഇരുന്ന ഹൈമൻ്റെ പേര് അരീഷ് എന്ന് പറയും. ഇവിടെ പേര് മൊത്തത്തിൽ അരീഷ്. ഈ ഭാഗത്താണ് റസൂലിൻ്റെ നിന്നത്, ആ ഭാഗത്ത് ശത്രുസൈന്യം. ഹവാൻ ഓയനാതാ ഇതാണ് മസ്ജിദ് ഖുബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത് നിന്ന് മദീനത്തേക്ക് വന്നിട്ട് ആദ്യമായിട്ട് നിർമ്മിച്ച പള്ളിയാണ് ഈ പള്ളി. ഇവിടെ വെച്ച് 2 റക്അത്ത് നിസ്കരിച്ചാൽ ഉംറ ചെയ്ത കൂലി ലഭിക്കും. അങ്ങനെ നമ്മൾ വേഗം പള്ളി കയറി 2 റക്അത്ത് നിസ്കരിച്ചു. വേഗം ഇറങ്ങണം, ലേറ്റ് ആവരുതെന്ന് അവർ പറഞ്ഞിരുന്നു. കാരണം നമ്മൾ കുറേയൊക്കെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഓരോരുത്തർ ലേറ്റായി വന്നതുകൊണ്ട് നമുക്ക് വണ്ടി ഓൾറെഡി ലേറ്റാണ്, അപ്പോൾ ഇനി എത്താനും ലേറ്റ് ആവും എന്ന് പറഞ്ഞുകൊണ്ട് വേഗം എല്ലാവരോടും ചെയ്തു വരാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ഉഹദ് യുദ്ധം നടന്ന സ്ഥലം കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ഷഹീദായത് അതിൽ 4 മക്ബറ കാണാൻ സാധിക്കും. ബാക്കി 66 മക്ബറ ഇതിന്റെ ഉള്ളിലാണ്. ഇവിടെ വെച്ചിട്ടാണ് ഉഹദ് യുദ്ധം നടന്നത്. അതാണ് റസൂലുള്ളാഹി നിൽക്കാൻ പറഞ്ഞ മല ജബലുർ റുമാത്ത് എന്ന് പറയും. ഇത് ഈ ലൈറ്റ് കാണുന്നടാ, ഇങ്ങനെ 8 കിലോമീറ്റർ ദീർഘമുള്ള സ്വർഗത്തിന്റെ കവാടം. ഇതിന്റെ നേരെ പുറകിലാണ് റസൂലുള്ളാഹിന്റെ മുൻപല്ല് ഷഹീദായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം ഇരിക്കിയ സ്ഥലം. പുറമേയുള്ള സിയാറത്തിന് പോകുമ്പോൾ ഗുഹയൊക്കെ കാണാം. അസ്സലാമു അലൈക്കും യാ സയ്യിദ് ശുഹൂദ്, അസ്സലാമു അലൈക്കും യാ സയ്യിദന യാ ഹംസ ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, അസ്സലാമു അലൈക്കും യാ സയ്യിദന യാ അബ്ദുല്ലാഹ് ഇബ്നു ജഅഷ് റളിയല്ലാഹു അൻഹു, അസ്സലാമു അലൈക്കും യാ സയ്യിദന മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു, അസ്സലാമു അലൈക്കും യാ സയ്യിദന ഷമ്മാസ് ബിൻ ഉസ്മാൻ. അങ്ങനെ സുബഹിസ്കാരത്തിൻ്റെ സമയപ്പത്തിന് നമ്മളെത്തി. നമുക്ക് ലഗേജൊക്കെ വെച്ച് നമ്മൾ വേഗം പോയി പള്ളിയിൽ പോയി നിസ്കരിക്കാനൊക്കെ പറ്റി. പിന്നെ തിരിച്ച് വന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ച് നമ്മൾ കിടന്ന് ഉറങ്ങിയിരുന്നു. പിന്നെ ലുഹറായപ്പോൾ ഉമ്മയും അനിയത്തിയൊക്കെ പോയി. എനിക്ക് പോകാൻ പറ്റിയില്ല. മോള് ഭയങ്കര ക്ഷീണിച്ച് അവൾ ഉറങ്ങുമായിരുന്നു. അപ്പോൾ അവൾ ഉറക്കം കളയണ്ട, അവൾ ക്ഷീണിക്കുമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ അസറിന് ഇറങ്ങി പിന്നെ ഇശാ വരെ അവിടെ ഇരിക്കുക തന്നെയായിരുന്നു. പള്ളിയുടെ ഉള്ളിൽ നിസ്കരിക്കും ഇതാക്കുകയൊക്കെ ചെയ്ത് അവിടെ ഇങ്ങനെ ഇരിക്കുക തന്നെയായിരുന്നു ഞങ്ങൾ. അപ്പോഴാണ് കുട അടയുന്നത് കണ്ടത്. അങ്ങനെ നമ്മൾ ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് നേരെ റൂമിൽ പോയിട്ട് ഭക്ഷണം കഴിച്ച് നേരെ വണ്ടിയിൽ കയറിയിരുന്നു. നമ്മളൊരു 9:10 മണിയായപ്പത്തിന് വണ്ടിയിൽ കയറിയിരുന്നു. പക്ഷേ വണ്ടി എടുക്കാൻ ഒരുപാട് ലേറ്റായി, വേറെ ഫാമിലീസൊക്കെ വരാൻ ലേറ്റ് ആയതുകൊണ്ട്
പിന്നെ അങ്ങനെ പോയിട്ട് നമ്മൾ ജിദ്ദയിൽ സുബൈൻ്റെ ടൈം ആയപ്പോഴാണ് എത്തിയത്. പിന്നെ നേരെ റൂമിൽ പോയിട്ട് ഭക്ഷണം കഴിച്ച് വീണ്ടും കിടക്കുക തന്നെയായിരുന്നു. പിന്നീടുള്ള വീഡിയോസൊന്നും കൂടുതൽ എടുക്കാൻ പറ്റിയില്ല, സമയത്തിൻ്റെ പ്രശ്നം കൊണ്ടും. അതുപോലെ മോള് ഫുള്ള് അലമ്പൊക്കെ കാണിച്ചിരുന്നവളവിടെ കുറേ നേരം ഇങ്ങനെ ഇതായപ്പോൾ പിന്നെ കുട്ടികളൊക്കെ കുറേയൊക്കെ കിട്ടിയപ്പോൾ അവൾ ഓക്കെ ആയത്. അങ്ങനെ ഞങ്ങൾ നേരെ ബസ്സിൽ കയറി പോന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.